കായംകുളം പെരിങ്ങാല കരിമുട്ടം ക്ഷേത്രത്തിൽ വേറിട്ട അന്നദാനം നടന്നു. വർഷങ്ങളായി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഏകദേശം 200ഓളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ക്ഷേത്രത്തിൽ അന്നദാന വഴിപാട് നടത്തിയത്. വർഷങ്ങളായി കായംകുളം പെരിങ്ങാല കരിമുട്ടം ക്ഷേത്രത്തിന് സമീപം സ്വന്തമാക്കിയ വീട്ടിൽ താമസിക്കുന്നവരും വാടകയ്ക്ക് താമസിക്കുന്നവരുമായ ഏകദേശം 200ഓളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കരിമുട്ടം ദേവീക്ഷേത്രത്തിൽ അന്നദാന വഴിപാട് നടത്തിയത് ശ്രദ്ധേയമായി. നൂറുകണക്കിന് സമീപവാസികളും അന്നദാന ചടങ്ങിൽ പങ്കാളികളായി. കഴിഞ്ഞ 2 ദിവസമായി അവധിയെടുത്ത് അന്നദാനം വിജയിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിന്റെ സംഘാടകർ. കരിമുട്ടം ക്ഷേത്ര ഉപദേശ സമിതി, 17, 18 വാർഡ് കൗൺസിലർമാർ എന്നിവർ സംഘാടകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പിന്തുണയും നൽകി. നമുക്ക് ഈ അന്നദാനം പറയാറുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ വർഷം നടത്താറുണ്ടോ, എല്ലാ വർഷം ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടോ. അവിടെ നാട്ടുകാരെല്ലാവരും വന്നായിരുന്നോ? ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വന്നോ? എല്ലാവരും വന്നിട്ടുണ്ടോ? സന്തോഷമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? 200 പേരൊക്കെ ഉണ്ടോ. പിന്നെ നമ്മൾ 200-250 പേരുണ്ടോ. ബാക്കി മലയാളിക്ക് എല്ലാവരും അവിടുത്തെ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ഒരു 500 പേരൊക്കെ ഭക്ഷണം നമ്മൾ ചെയ്തിട്ടുണ്ടോ. അങ്ങനെ എല്ലാവർക്കും കാര്യങ്ങൾ തീരുമാനിച്ച് എല്ലാവരും നമ്മൾ 1000-2000 രൂപ എല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഭക്തജനങ്ങളും എല്ലാവരും തന്നെ ഈ പ്രോഗ്രാമിനകത്ത് ഭക്തി പുരസ്കരം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതൊരു വലിയൊരു കൂട്ടായ്മയാണ്. ഇന്ത്യയുടെ ഒരു ഐക്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവർ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രദേശവാസികളും ഇത്തരത്തിലുള്ള ഇത് ചെയ്യുന്നുണ്ട്. ഉപദേശ സമിതി ആയാലും മറ്റുള്ള പൊതുജനങ്ങളായാലും എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിലും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഈ പൊതുജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഈ അവസരത്തിൽ പറയുകയാണ്. കായംകുളം.